വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനിൽ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ള പാക്കാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. ഇതിനായിട്ട് നമ്മൾ നോർമലി എടുക്കുന്നത് ആദ്യമേ തന്നെ കുറച്ച് ആലോവേര ജെല്ല് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി കിട്ടിയില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന നോർമലായിട്ടുള്ള ആലോവേര ജെല്ല് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു അലോവേര ജെല്ലിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുൾട്ടാനി മിട്ടിയാണ്. അപ്പോൾ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം മുൾട്ടാനി മിട്ടി നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരുപാട് ബെനിഫിറ്റ് നൽകുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. നോർമൽ പാക്കൊക്കെ ആയിട്ടൊക്കെ നമ്മുടെ ഫേസ് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇനി അടുത്തത് നമ്മുടെ കോൺഫ്ലോർ ആണ്. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിവിടെ ചേർക്കുന്നത്. മറക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയും. ആദ്യം നമ്മൾ കുറച്ച് അലോവേര ജെൽ എടുക്കുന്നുണ്ട് ഒരു ബൗളിൽ. അതിലേക്ക് നമ്മൾ മുൾട്ടാനി മിട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ കോൺഫ്ലോർ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെൽ എടുക്കുമ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പം കട്ട പോലെ പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. കട്ട പിടിക്കാതെ എക്സാക്റ്റ് ആ ഒരു പേസ്റ്റ് രൂപേണ കിട്ടുകയുള്ളൂ. സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ട് ടാനൊക്കെ അടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സണ്ണിൻ്റെ ആ ഒരു സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കണ്ടിന്യൂസ്ലി എമിറ്റൊക്കെ ചെയ്യുന്ന കേസിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അല്ലാതെ നോർമലി നമുക്ക് ഏജിങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്തോറും ഈ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉള്ള ആൾക്കാർക്ക് പിഗ്മെൻറ്റേഷൻ കളയാനും അതേപോലെ തന്നെ ഇനി വരാതിരിക്കാൻ മീൻസ് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് നാച്ചുറലി വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പാക്ക് ആണെങ്കിലും വളരെ സിമ്പിളാണ്. ജസ്റ്റ് 3 ചേരുവകൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ജസ്റ്റ് പിഗ്മെൻറ്റേഷൻ മാത്രമല്ല നമുക്ക് പോകുന്നത്. ഈ ഒരു പാക്ക് ഇടുന്നതോടുകൂടി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. അതായത് മുൾട്ടാനി മിട്ടി എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും അതേപോലെ തന്നെ പോഴ്സിൻ്റെ ഉള്ളിൽ തങ്ങിക്കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ആലോവേര ജെൽ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ പ്രൈമർ എന്ന് വേണ്ട നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ജേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബാക്ടീരിയനെ പോലും നശിപ്പിച്ച് കളയാൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ആലോവേര. കോൺഫ്ലോർ ആണെങ്കിൽ നമ്മുടെ ആ ഒരു കോളജൻ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻറ്റി ഏജിങ് പ്രോസസ്സൊക്കെ നന്നായിട്ട് നമ്മുടെ ആ ഒരു സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുമാത്രമല്ല കോൺഫ്ലോറിൽ അത്യാവശ്യം നല്ല വൈറ്റമിൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, ടൈറ്റൻ ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ആ ഒരു ഏജിങ് പ്രോസസ്സൊക്കെ നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നന്നായിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ്ചർ എടുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിരിക്കണം. അതായത് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്ന സ്റ്റേജ് ഉണ്ട്. ആ ഒരു ഡ്രൈ ആയി വരുന്ന സ്റ്റേജിൽ നമ്മൾ വീണ്ടും നമ്മുടെ കയ്യിൽ ഈ ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ഈ ഒരു പാക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 15 to 20 മിനിറ്റ് ഒക്കെ നമ്മൾ മാക്സിമം വെച്ചാൽ മതി. 15 മിനിറ്റ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. അത്യാവശ്യം ഓയിലി ടു നോർമൽ സ്കിന്നാണെങ്കിൽ 15 to 20 മിനിറ്റ് ഒക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഒരു സൂത്തനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ആലോവേര ജെൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ആലോവേര എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സ്കിൻ നന്നായിട്ട് തണുപ്പിക്കാനും അതേപോലെ തന്നെ ആ ഒരു മോയ്സ് ലെവലൊക്കെ നന്നായിട്ട് നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഏറെക്കുറെ ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ആയി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ബാക്കി വന്ന ആ ഒരു പാക്ക്. ഈ ഒരു പാക്കല്ല, എന്ത് പാക്കാണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മാത്രമേ ഉള്ളൂ നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അല്ലാതെ നോർമൽ ഒരു പാക്ക് ഇടണമല്ലോ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ ജസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നോർമൽ പ്ലെയിൻ വാട്ടറിൽ നമ്മുടെ ഫേസ് വാഷ് ഓഫ് ചെയ്ത് വരികയാണ്. അപ്പോൾ ലൂക്ക് വാം വാട്ടർ വേണം എന്നൊന്നും നിർബന്ധമില്ല. സാധാരണ വെള്ളത്തിൽ നമ്മൾ വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ചേഞ്ച് എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതായത് ആ ഒരു ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും എല്ലാതും തന്നെ പോയിട്ട് നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ട്. സ്കിൻ കുറച്ചുകൂടെ ഒരു ഗ്ലോ ആയ ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
നല്ലൊരു തെളിച്ചം വന്നിട്ടുണ്ട് സ്കിന്നിന് ഒന്ന് വാഷ് ഓഫ് ചെയ്ത് വന്നപ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വാഷ് ഓഫ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ പാറ്റേ ചെയ്തിട്ട് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ടോണറോ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.